മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ഒന്നാം തീയതിയിലെ ഡ്രൈ ഡേ തുടരാൻ തീരുമാനം. ടൂറിസം മേഖലകളിലെ മീറ്റിംഗുകൾ, കോൺഫറൻസുകൾ, പ്രദർശനങ്ങൾ എന്നിവയ്ക്ക് മദ്യം വിളമ്പാൻ അനുമതി നൽകും. ഇതിന് 15 ദിവസം മുമ്പ് പ്രത്യേകമായ അനുമതി വാങ്ങണം. വിവരങ്ങളുമായി വി അരുൺ ചേരുന്നു. അരുൺ, അതായത് മദ്യനയം ഏതാണ്ട് അംഗീകരിക്കപ്പെടുന്നു എന്നതാണോ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്? മദ്യനയത്തിന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകാരം നൽകിയിരിക്കുന്നു. ഇനിയുള്ളത് ഇടതുമുന്നണിയുടെ അനുമതിയാണ്. അത് 11-ാം തീയതി ഇടതുമുന്നണി യോഗം ചേരും. ആ യോഗത്തിൽ മദ്യനയത്തിന് അന്തിമ അംഗീകാരം നൽകുകയും പ്രഖ്യാപിക്കുകയും ചെയ്യും. നമുക്കറിയാം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 1-ാം തീയതിയിലെ ഡ്രൈ ഡേ ഒഴിവാക്കുന്ന തരത്തിലുള്ള സൂചനകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. എന്നാൽ വലിയ വിമർശനം അതിന്റെ പേരിൽ ഉയർന്നു വന്നു. അതുകൊണ്ട് തന്നെയാകാം ഒരുപക്ഷെ CPM ഡ്രൈ ഡേ ഒഴിവാക്കണമെന്നുള്ള സർക്കാരിന്റെ നിർദ്ദേശം അംഗീകരിച്ചില്ല. പകരം ഡ്രൈ ഡേ നിലനിർത്തും. 1-ാം തീയതിയിലെ മദ്യഷാപ്പുകൾ അടച്ചിടുന്നത് തുടരാനാണ് തീരുമാനം. പകരം ടൂറിസം മേഖലകളിൽ ഒരു പ്രത്യേക ഇളവിന് ഇപ്പോൾ മദ്യനയം തീരുമാനമെടുത്തിരിക്കുന്നു. അത് മൈസ് ടൂറിസം എന്ന പേരിലാണ്. മീറ്റിംഗുകൾ, മാരേജുകൾ, അതുപോലെ കോൺഫറൻസുകൾ, പ്രദർശന എക്സിബിഷൻസ് എന്നിവ ഉള്ള സ്ഥലങ്ങളിൽ ടൂറിസം മേഖലകളിൽ അതിന് പ്രത്യേക അനുമതി, ഡ്രൈ ഡേയിലും ബാറുകൾ, മദ്യശാല തുറക്കാനുള്ള പ്രത്യേക ലൈസൻസ് അനുമതി നൽകും. ഇത് 15 ദിവസം എങ്കിലും നേരത്തെ ബുക്ക് ചെയ്യണം, അറിയിക്കണം, അധികൃതരെ അറിയിച്ച് അതിന് പ്രത്യേക അനുമതി വാങ്ങണം. ആ രീതിയിലാകും ഈ മേഖലകളിൽ മദ്യം വിളമ്പാനുള്ള അനുമതി. ടൂറിസം മേഖലകളിൽ മദ്യം 1-ാം തീയതി വിളമ്പാതിരിക്കുന്നത് വലിയ തിരിച്ചടിയാണ്. അത് വലിയ കൺവെൻഷനുകളും മീറ്റിങ്ങുകൾക്കും ഒക്കെ വരുന്ന ബഹുരാഷ്ട്ര കമ്പനി അടക്കമുള്ളവർ ഇവിടെ നിന്ന് വിട്ടുപോകാൻ കാരണം, അല്ലെങ്കിൽ കേരളം തിരഞ്ഞെടുക്കാതിരിക്കാൻ പ്രധാന കാരണങ്ങളിലൊന്ന് ഇത് എന്ന് സർക്കാർ നേരത്തെ വിലയിരുത്തിയിരുന്നു. വലിയ പരാതികളും സർക്കാരുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരുന്നു. അതുകൊണ്ടാണ് ടൂറിസം മേഖലകളിൽ ഈ ഡ്രൈ ഡേയിൽ പ്രത്യേക ഇളവ് നൽകാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതുൾപ്പെടെയുള്ള മദ്യനയത്തിനാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകാരം നൽകിയിരിക്കുന്നത്. ഇനിയുള്ളതെല്ലാം സാങ്കേതികമായ നടപടിക്രമങ്ങളാണ്. സർക്കാർ മദ്യനയം ഇനി ഇടതുമുന്നണിക്ക് മുൻപാകെ വരും, സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിന് മുൻപാകെയും വരും. അവിടെ മദ്യനയം അംഗീകരിക്കും. ഇതുമായി ബന്ധപ്പെട്ട ഡ്രൈ ഡേ നിലനിർത്താൻ തീരുമാനമായിരിക്കുന്നു. അതേസമയം വിനോദസഞ്ചാര മേഖലയിലെ മീറ്റിംഗുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഫംഗ്ഷനുകളിൽ മദ്യം വിളമ്പാനും തീരുമാനമായിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളാണ് വി അരുൺ നൽകിയത്. ലൈവ് at 6 പൂർണ്ണമാകുന്നു. നമസ്കാരം.